ഇത് കഴിഞ്ഞ കമ്പനി ബോർഡ് LGSന് ചോദിച്ച ക്വസ്റ്റ്യൻ പേപ്പറാണ്. അതിലെ മാത്സിലെ ചോദ്യങ്ങളിൽ നമ്മൾ ഇന്ന് ചെയ്യുന്നത് 85ാമത്തെ ചോദ്യമാണ്. ഒരു കടയിൽ സോപ്പുകൾ അടുക്കി വെച്ചിരിക്കുന്നത് ഏറ്റവും താഴത്തെ വരിയിൽ 20, അതിന് മുകളിൽ 18, അതിന് മുകളിൽ 16 എന്ന ക്രമത്തിലാണ്. ഏറ്റവും മുകളിലത്തെ വരിയിൽ 2 സോപ്പുകൾ മാത്രമാണെങ്കിൽ ആകെ എത്ര വരികളുണ്ട്? ദാസ, ഇത് ഒരു സമാന്തര ശ്രേണിയുടെ മണമല്ലേ നമുക്ക് അടിക്കുന്നേ? അതായത് ഏറ്റവും താഴത്തെ വരിയിൽ 20 സോപ്പുകളുണ്ട്, അതിന് മുകളിൽ 18, അതിന് മുകളിൽ 16, അങ്ങനെ 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 ഏറ്റവും മുകളിൽ 2ആണ്. അപ്പോൾ ഇതൊരു സമാന്തര ശ്രേണിയാണ് അല്ലേ? അതായത് 20ൽ നിന്ന് തുടങ്ങി 2 വീതം കുറഞ്ഞു വരുന്ന ഒരു ശ്രേണിയാണ്. ഈ സമാന്തര ശ്രേണിക്ക് എത്ര പദങ്ങളുണ്ട് എന്ന് നോക്കിയാൽ ഈ ആകെ സോപ്പ് എത്ര വരിയിലാക്കിയാണ് വെച്ചേക്കുന്നതെന്ന് മനസ്സിലാകും. ഒരു സമാന്തര ശ്രേണിയുടെ പദങ്ങളുടെ എണ്ണം കാണാൻ ഇക്വേഷൻ എന്താ? പദങ്ങളുടെ എണ്ണം n=z - a ഡിവൈഡഡ് ബൈ d + 1 എന്ന് കിട്ടും. ആണോ? അപ്പോൾ z എത്രയാ? അവസാന പദം 2 മൈനസ് ആദ്യ പദം എത്രയാ? 20 ഡിവൈഡഡ് ബൈ പൊതുവ്യത്യാസം എത്രയാ? -2 ആണോ? +1 ആണ് നമ്മുടെ ഉത്തരം, വേറൊന്നുമില്ല. -18 ഡിവൈഡഡ് ബൈ -2 +1 -18 ഡിവൈഡ് ബൈ -2 എന്ന് പറഞ്ഞാൽ 9 എന്ന് കിട്ടും. മൈനസ് മൈനസ് അവിടെ വെട്ടിപ്പൊക്കോളും. 9 + 1 അതായത് ആകെ 10 പദങ്ങളുണ്ട് ഈ സമാന്തര ശ്രേണിക്ക് എന്ന് കിട്ടും. അപ്പോൾ അവിടെ 10 വരിയായിട്ടാണ് സോപ്പുകൾ അടുക്കി വെച്ചിരിക്കുന്നത് എന്ന് മനസ്സിലാക്കാം. അപ്പോൾ എനിക്ക് നിങ്ങളോട് പറയാനുള്ള ഒരേ ഒരു കാര്യം എന്താ? അത് കണക്ക് അത് തീർക്കാനുള്ളതാണ്, അല്ലേ? ഇത് ഏത് അർത്ഥത്തിൽ വേണമെങ്കിലും എടുക്കാം. കണക്ക് അത് തീർക്കാനുള്ളതാണ്, മറക്കണ്ട. താങ്ക് യു.